ലൂസിഫർ സിൻഡ്രോം എന്ന മാരക രോഗമാണ് എ റഹീം എംപിയെ ബാധിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. തലസ്ഥാനത്ത് തെരുവിൽ മുഴങ്ങിയ മാർജാര ഗർജനം അതിന് തെളിവാണ്. ഓഫ് ദ റഹീം, ബൈ ദ റഹീം ആൻഡ് ഫോർ ദ റഹീം. എൻ്റെ പിള്ളേരെ തൊടുന്നോടാ എന്ന് അലറിക്കൊണ്ട് ലൂസിഫർ സിനിമയിലെ പൊളിറ്റിക്കൽ ഡോൺ സ്റ്റീഫൻ നെടുമ്പള്ളി പോലീസ് പ്രമുഖനെ ചുവരിൽ പോസ്റ്റാക്കുന്നത് കണ്ട് കൈയടിച്ചവരിൽ പോലീസുകാർ പോലുമുണ്ട്. SFIക്കാർക്ക് എന്താ കൊമ്പുണ്ടോ? സ്വാഭാവികമായി അവരും കൈയടിച്ചിട്ടുണ്ടാവും. നമ്മുടെ റഹീമും ഉൾപ്പെടെ. മഴയും സംഘർഷവും ഉൾപ്പെടെ ശരിയായ സാഹചര്യങ്ങൾ ഒത്തുവന്നപ്പോൾ റഹീം സഖാവ് റഹീം നെടുമ്പള്ളിയായി. നിറയെ പുള്ളികളുള്ള ഉടുപ്പുകൾ അണിഞ്ഞാണ് പുള്ളിക്കാരൻ എത്തിയത്. വെറും പുള്ളിയിൽ നിന്ന് നെടുമ്പള്ളിയായത്. യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മിന്നലിന് പുറകെ ഇടിയുണ്ട് എന്നതുപോലെ ഒരു അടിപിടി ഉറപ്പാണ്. ഇന്നലെയും ഉണ്ടായി അതുപോലൊരെണ്ണം. സ്വതവേ ഗാന്ധിയന്മാരായ KSUക്കാർക്കിട്ട് ചാമ്പുക. തൊട്ടു പിന്നാലെ തല്ലുന്നേ കൊല്ലുന്നേ എന്ന റെഡിമെയ്ഡ് മുദ്രാവാക്യങ്ങളുമായി നഗരപ്രദർശനം നടത്തുക തുടങ്ങിയവയൊക്കെ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പ് സാധാ മീഡിയ കാലം മുതൽക്കേ SFIക്കാരുടെ ഗോത്രാചാരമാണ്. യൂണിവേഴ്സിറ്റി പരിസരത്ത് SFI പോലീസ് സംഘർഷമുണ്ടായാൽ പണ്ടുമുണ്ട് മഠത്തിൽ നിന്ന് വരവ്. മിക്കപ്പോഴും കോടിയേരി ബാലകൃഷ്ണനും ശിവൻകുട്ടി അണ്ണനുമാവും മുൻനിര കൊമ്പന്മാർ. ഇപ്പോൾ തലമുറ കൈമാറ്റം സംഭവിച്ച കാലാവസ്ഥയിൽ ഊരാൺമ റഹീമിൽക്കയിലെത്തി നിൽക്കുകയാണ്. പുതിയ സർക്കാർ വന്ന ശേഷമുള്ള കന്നിപ്പൂരമാണ്. SFI പ്രകടനത്തിന് നേരെ ഒളിച്ചിരുന്ന് കല്ലെടുത്തെറിഞ്ഞിട്ട് ആരെങ്കിലും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ നിലത്തിൽ പോരാണ്. ഇതിനിടെ ആരവങ്ങളോടെ നെടുമ്പള്ളിയുടെ വരവാണ്. നോക്കുമ്പോൾ സമാധാനപരമായി കല്ലെറിഞ്ഞും അക്രമം കാട്ടിയും നിൽക്കുന്ന SFI പിള്ളാരെ ഒരു പ്രകോപനവുമില്ലാതെ രമേശൻ സാറിൻ്റെ പോലീസ് വളഞ്ഞിട്ട് തല്ലുന്നു, ജലപീരേകി കൊണ്ട് മർദ്ദിക്കുന്നു. സർക്കാർ മാറിയെന്ന് നേരം വെളുക്കാത്തവർ പോലീസിലുമുണ്ടെന്ന് തിരിച്ചറിയാതെ ജലപീരങ്കിയല്ല തീപ്പൊരി ഉണ്ട കൊണ്ടെറിഞ്ഞാലും ഞങ്ങൾ പിരിഞ്ഞു പോകില്ലെന്ന് നെടുമ്പള്ളിക്കാരൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അല്ലേ SFIക്കാരോടാ കളി? നിലവിൽ 35-ൽ നിൽക്കുന്ന സീറ്റ് നില അടുത്ത 13-ലെത്തിച്ച് പടിപടിയായി ശൂന്യമാക്കിയിട്ടേ ഞങ്ങൾ വിശ്രമിക്കൂ. പണ്ടത്തെ കാലമല്ല. എല്ലാവർക്കും എവിടെ ഇരുന്നാലും എന്തും കാണാം. സ്വന്തം കണ്ണിൽ കാണുന്നതിന് മറ്റുള്ളവരുടെ കമൻട്രി ആവശ്യമില്ല. പോലീസിനെ പ്രകോപിക്കുന്നതും അടിവാങ്ങാൻ ഉത്സാഹിക്കുന്നതും പോലീസിന്റെ രക്ഷാപ്രവർത്തനം വീക്ഷിക്കുന്നതും അവിടെയുണ്ടായിരുന്ന മാധ്യമങ്ങൾ മാത്രമല്ല, അന്നേരം മാധ്യമങ്ങളിലേക്ക് കണ്ണു തുറക്കുന്ന ഏവരും കണ്ടതാണ്. അപ്പോഴാണ് റഹീമിന്റെ ലൂസിഫർ കളി. പോലീസിന്റെ തല്ലുകൊണ്ട് കൈകൾക്ക് മാരകമായി പരിക്കേറ്റ പിള്ളേർ ബാൻഡേജ് ഇട്ടും പിന്നീട് ഷർട്ടിട്ടും നിൽക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ കോക്രോച്ച് പാർട്ടിയുടേതിനേക്കാൾ റീച്ച് കിട്ടുന്നുണ്ട്. ഇത്രയും വലിയ ബാൻഡേജ് ഇവന്മാർ ഷർട്ടിന്റെ കയ്യിലൂടെ എങ്ങനെ ഉള്ളിൽ കടത്തി എന്നതിലാണ് ഇപ്പോൾ ഗവേഷണം. ട്രോളന്മാർക്ക് എന്തുമാവാം. അനുഭവിച്ചവരുടെ വേദന അവർക്കേ അറിയൂ. ആരും പേടിക്കേണ്ട. ഇഡിയും വീഡിയും മോഡിയും ചേർന്ന് കേരളത്തെ തകർക്കുന്ന അവസ്ഥ ചെറുക്കാൻ നമുക്കൊരു ഡോൺ സ്റ്റീഫൻ നെടുമ്പള്ളിയുണ്ട്. സഖാവ് എ റഹീം. ഓഫ് ദ റഹീം, ബൈ ദ റഹീം ആൻഡ് ഫോർ ദ റഹീം.